അഭിനന്ദൻ വർദ്ധമാനെ നാളെ പാകിസ്ഥാൻ വിട്ടയക്കും. സംയുക്ത പാർലമെന്ററി മീറ്റിംഗിലാണ് പാക് പ്രധാനമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സമവായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. പ്രതിരോധ മന്ത്രി നാളെ കശ്മീരിലേക്ക്. കശ്മീരിലെ പൂഞ്ചിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. സംജോത എക്സ്പ്രസ് സർവീസ് പാകിസ്ഥാൻ നിർത്തിവച്ചു. हिंदुस्तान का पायलट हमने पकड़ा हुआ है. हम एज ए पीस जेस्टर हम उसको कल रिहा करने लगे हैं हिंदुस्तान को. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സെർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നാം കേൾക്കുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, രാജ്യം കാത്തിരുന്ന ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്യുകയായിരുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യൻ പൈലറ്റിനെ നാളെ തന്നെ മോചിപ്പിക്കും എന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ ഒരു വിജയമായി എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പാർലമെന്റ് പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നതെങ്കിൽ പോലും ഇന്നലെ രാവിലെ ഈ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പാക് പിടിയിലായതു മുതൽ ഇന്ത്യ വിവിധ തലങ്ങളിൽ നടത്തിയ അതിശക്തമായ നയതന്ത്ര ചർച്ചകളുടെ വിജയം കൂടിയാണത്. കാരണം ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ പൈലറ്റിനെ സുരക്ഷിതമായി സംരക്ഷിക്കും, പിന്നീട് വിട്ടു നൽകും എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി പാകിസ്ഥാൻ നിലപാട് മാറ്റി ചില ഉപാധികളുമായാണ് മുന്നോട്ട് വന്നത്. ആദ്യം പ്രശ്നങ്ങൾ പരിഹരിക്കണം. പുൽവാമ സ്ഫോടനത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, ചർച്ചകൾ ആരംഭിക്കണം, അതിനുശേഷം വിട്ടു നൽകാം എന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ പോയി. ഇതിനിടയിൽ അനൌദ്യോഗികമായി ചില ഡീലുകൾ സംബന്ധിച്ചും പാകിസ്ഥാനിൽ നിന്ന് ചർച്ചയുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കണ്ടഹാർ മാതൃകയിൽ, കണ്ടഹാറിൽ അന്ന് നമ്മൾ ആ വിമാനം രക്ഷിക്കാൻ മറ്റു ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടിരുന്നു. അത്തരം ചില ഡീൽ ചർച്ചകളിലേക്ക് വരെ പാകിസ്ഥാൻ ഇന്നലെ ഒരു വിഭാഗം നീങ്ങുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ അതിശക്തമായി തന്നെ നിലപാടെടുത്തു. എല്ലാ ഉപാധികളും മറ്റു ഡീലുകളും എല്ലാം ഇന്ത്യ തള്ളിക്കളഞ്ഞു. അത്തരത്തിൽ ഒരു ചർച്ചയും ഉണ്ടാകില്ല. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ചായി പൈലറ്റിനെ എത്രയും വേഗം വിട്ടു നൽകണം എന്ന് ഇന്ത്യ വീണ്ടും നിർദ്ദേശിച്ചു. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി. ഇത് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ ഇടപെട്ടു എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞത് വൈകാതെ നമുക്ക് നല്ല വാർത്തകൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്ന് ലഭിക്കും എന്നായിരുന്നു. അത് ഇത് സൂചിപ്പിച്ചിട്ടാണോ എന്ന സംശയം ഇപ്പോൾ ഉണ്ട്. എന്നാലും ഡൊണാൾഡ് ട്രംപിനെ കൂടാതെ സൗദി അറേബ്യയും ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടിപ്പിച്ചിരുന്നു. സൗദി അറേബ്യയുടെ ഒരു മന്ത്രി തന്നെ പാകിസ്ഥാനിലെത്തി ചർച്ചകൾ നടത്തും എന്ന സൂചനകൾ പുറത്തു വന്നു. അങ്ങനെ പല തലത്തിൽ പാകിസ്ഥാനെ മേൽ സമ്മർദ്ദം ഏറിയതോടുകൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിടാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ തന്നെ അദ്ദേഹത്തെ വിടും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നേട്ടം കൂടിയാണ്. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിൽ പൈലറ്റുമാരെയൊക്കെ വിട്ടുകിട്ടാൻ ഏറെ കാലതാമസം എടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കാർഗിലിൽ 8 ദിവസത്തിന് ശേഷമാണ് പൈലറ്റിന് ലഭിച്ചതെങ്കിൽ ഇന്ന് അതങ്ങനെയല്ല. 3-ാം ദിവസം നാളെ തന്നെ അദ്ദേഹം വാഗ അതിർത്തി വഴി ഇന്ത്യൻ മണ്ണിലെത്തും എന്നതാണ് ശുഭസൂചകമായ ഒരു വാർത്ത. എന്തായാലും ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏറെ സമ്മർദ്ദങ്ങളൊക്കെ ഇന്ത്യ നടത്തിയാണെങ്കിൽ പോലും അവസാനം പൈലറ്റിന് വിട്ടു നൽകാം എന്നിപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. ഇമ്രാൻഖാൻ തന്റെ ഈ സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇമ്രാൻ പൂർണ്ണമായും ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അതായത് പുൽവാമയിൽ സ്ഫോടനം നടത്തിയത് ഒരു 20 വയസ്സുകാരനാണ്. അയാൾ എങ്ങനെ ഒരു ചാവേറായി മാറി എന്നത് നയതന്ത്ര വിദഗ്ധൻ പരമേശ്വരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പരമേശ്വരൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ നൽകാനുള്ളത്. വൈമാനികൻ അഭിനന്ദൻ വർദ്ധനെ നാളെ പാകിസ്ഥാൻ വിട്ടയക്കും എന്നറിയിച്ചിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണാം ഇപ്പോൾ ഈ പാകിസ്ഥാൻ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തെ? യാതൊരു ഉപാധികളും ഇല്ലാതെയാണ് നാളെ അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു യുദ്ധ സന്നദ്ധതയിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം ഇന്നലെ തന്നെ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഹനോയിൽ വെച്ച്
വടക്കൻ കൊറിയ നേതാവുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം ട്രംപ് പറഞ്ഞു ആശ്വാസകരമായ വാർത്ത നിങ്ങൾക്ക് ഉണ്ടാകും, പ്രശ്നം പരിഹരിക്കുന്നത്. കാരണം ആ ആശ്വാസകരമായ വാർത്തയാണ് ഇമ്രാൻഖാനിലേക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് അവർ പിടികൂടിയിട്ടുള്ള ഇന്ത്യൻ പൈലറ്റിനെ വിട്ടയക്കാൻ അവർ സന്നദ്ധമാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു ഉഭയകക്ഷി ചർച്ചക്ക് ഉള്ള ഒരു സാധ്യത തെളിയുകയാണ്. കാരണം ഈ സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിർത്തിയിൽ സമാധാനവും സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ ലോകരാഷ്ട്രങ്ങളുടെ ഒരു സമ്മർദ്ദം തന്നെ ആയിരിക്കുമോ ഇമ്രാൻഖാനെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയത്? കാരണം ലോകരാഷ്ട്രങ്ങൾ വലിയ ഉത്കണ്ഠയോടുകൂടിയാണ് ഈ സംഭവത്തെ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ന്യൂക്ലിയർ പവേഴ്സാണ്. ഇരു രാഷ്ട്രങ്ങൾക്കും ആണവായുധങ്ങളുണ്ട്. കാരണം ഒരു ആണവ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഒരു 2 രാഷ്ട്രത്തെ മാത്രമല്ല ബാധിക്കുക, ഈ അയൽ രാജ്യങ്ങളെ ഒക്കെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുന്നതായിരിക്കും ആണവ യുദ്ധം നടക്കുകയാണെങ്കിൽ. സ്വാഭാവികമായിട്ടും അയൽ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ചൈന പോലുള്ള രാഷ്ട്രങ്ങൾക്ക് ഇതിൽ ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയും ചൈനയും അതുപോലെ തന്നെ ബ്രിട്ടനും പിന്നെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്കയും നേപ്പാളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടത് ഒരു സംയമനം പാലിക്കണമെന്ന്. ആ സംയമനം പാലിക്കാത്ത പക്ഷം അത് അവരെയൊക്കെ തന്നെ ബാധിക്കുമെന്നുള്ള ഒരു മുന്നറിവ് അവർക്കുള്ളത് കൊണ്ടാണ് അവർ ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിന് ഇരു രാഷ്ട്രങ്ങളെയും നിർബന്ധിക്കുന്നത്. ഇപ്പം റഷ്യ പോലുള്ള രാഷ്ട്രങ്ങൾക്ക്, ചൈന പോലുള്ള രാഷ്ട്രങ്ങൾക്ക്, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെയും ചൈനയെയും ഒരുപോലെ തന്നെ കാണാനും അവരിൽ സമ്മർദ്ദം ചെലുത്താനുമുള്ള ശേഷി സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രങ്ങളുടെ ഒരു ഇടപെടലും പിന്നെ അവരുടെ ഒരു സമ്മർദ്ദവും ഒക്കെ തന്നെ പാകിസ്ഥാനെ ഇതിന് നയിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കൈമാറ്റം, ഈ വൈമാനികനെ കൈമാറുന്നതിലൂടെ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുന്നുവെന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. നാം നേരത്തെ കണ്ടതാണ് പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതുപോലെ തന്നെ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുന്നു, പിന്നീട് അവർ നയം മാറ്റുന്നു. ഇതിനെ ഇപ്പോൾ ഉള്ള ഈ താല്പര്യത്തെ, ഇമ്രാൻഖാന്റെ ഈ താല്പര്യത്തെ നമുക്ക് ഏത് രീതിയിൽ നോക്കിക്കാണാൻ കഴിയും? അല്ല, ഇമ്രാൻഖാൻ ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ്. അതിനോട് ഇന്ത്യ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്ന് നമുക്കറിയില്ല. കാരണം ഇന്ത്യ ഇതുവരെയും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇന്ത്യ പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള സമാധാന നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമെങ്കിലും യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, തർക്കത്തിലുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഭീകരവാദമാണ്. ആ ഭീകരവാദികൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നുണ്ട്. കാരണം മസൂദ് അസർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭീകര സംഘടനക്കെതിരെ ഇന്ത്യ നിരന്തരമായി ആവശ്യപ്പെടുകയാണ് നടപടി വേണമെന്ന്. പക്ഷേ ആ മസൂദ് അസർ പാകിസ്ഥാനിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുകയും പ്രചരണങ്ങൾ നടത്തുകയും ഇന്ത്യ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസം ഉറപ്പിക്കുന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ബേസിക് ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റും കൂടി കിട്ടിയാൽ മാത്രമേ ഇന്ത്യക്ക് ഇതിനെ വളരെ പോസിറ്റീവായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. കാരണം ആ രീതിയിലുള്ള കമ്മിറ്റ്മെന്റും ഇനി വരും ദിവസങ്ങളിൽ ഇമ്രാൻഖാനിൽ നിന്ന് ഉണ്ടാകുമോ, ലോകരാഷ്ട്രങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതും കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഒരു അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചയിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ പറഞ്ഞ കൂട്ടി ചേർത്തുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പുൽവാമ വിഷയത്തിൽ ഇന്ത്യ എടുത്ത ഒരു നിലപാടുണ്ട്. അതായത് ഞങ്ങൾ ഭീകരവാദത്തിന് എതിരാണ്, എന്നാൽ യുദ്ധത്തിലേക്ക് ഇല്ല എന്നത്. ഇത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് ഇന്ത്യക്ക് എത്രമാത്രം അനുകൂലമായിരിക്കും? സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അനുകൂലം. ഇന്ത്യ ഒരു എക്സ്റ്റേണൽ ത്രട്ട് അല്ലെങ്കിൽ ഒരു പുറത്തു നിന്നുള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത് ഭീകരവാദമാണ്. ഇന്നലെ ഗോഖലെയുടെ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഫോറിൻ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രിസിഷനായിട്ട് പറയുന്ന കാര്യം, ഞങ്ങൾ ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാനല്ല, ആ രാഷ്ട്രത്തിലുള്ള പൗരന്മാർക്കെതിരെയല്ല ഞങ്ങളുടെ ആക്രമണം. അതുപോലെ തന്നെ ആ രാഷ്ട്രത്തിന്റെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറിനെതിരായിട്ടല്ല ഞങ്ങളുടെ ആക്രമണം. ഞങ്ങളുടെ ആക്രമണം ഭീകരവാദികൾക്കെതിരെ മാത്രമാണ്. കാരണം ഭീകരവാദികളുടെ ക്യാമ്പിൽ മാത്രമാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്. അതുകൊണ്ടൊരു സിവിലിയൻ ഡെത്തും ഉണ്ടായിട്ടില്ല, ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ പോലും തകർന്നിട്ടില്ല. കാരണം നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. ഇന്ത്യ പറയുന്നത് ഭീകരവാദികൾക്കെതിരാണ് ഞങ്ങൾ.
കാരണം ആ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ഇത് പല നാഷണൽ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റ് പല ക്യാമ്പുകളുമുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ക്യാമ്പുകളുണ്ട്. പക്ഷെ ആ ക്യാമ്പുകളൊക്കെ തന്നെ ഒരു പോപ്പുലേറ്റഡ് ജനസംഖ്യ കൂടുതലുള്ള ഏരിയയിലായതുകൊണ്ടാണ് അത് ഒഴിവാക്കി ഈ ജനവാസം കുറഞ്ഞ തെരഞ്ഞെടുത്തത് എന്ന് മാധ്യമങ്ങളിൽ കാണുന്നു. കാരണം ആ രീതിയിലുള്ള ഒരു പിന്നെ കൃത്യത ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. ഇന്ത്യയുടെ ലക്ഷ്യം യുദ്ധമല്ല, ഇന്ത്യയുടെ ലക്ഷ്യം ഞങ്ങളെ ആക്രമിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭീകര സംഘടനയെ ചെറുക്കുക അല്ലെങ്കിൽ അതിനെ എതിർക്കുക എന്നത് മാത്രമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം ലോകരാജ്യങ്ങൾ ചൈന ഉൾപ്പെടെ അതിന് അംഗീകരിക്കാൻ കഴിയും. കാരണം പിന്നെ ടെററിസത്തിനെ അതിന്റെ ഹോട്ട് ബെഡ് വെച്ചിട്ട് തന്നെ തകർക്കണം എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചൈന നടത്തിയത്. കാരണം ചൈനക്ക് പോലും എല്ലാവരും പറയുന്നത് ചൈന പാകിസ്ഥാന്റെ അടുത്ത സുഹൃത്താണെന്നാണ്. പക്ഷെ ആ ചൈന പോലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കാനുള്ള കാരണം ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ വി വി പരമേശ്വരൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കെ പി ഫാബിയാൻ നയതന്ത്ര വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഫാബിയാൻ, ഇന്ത്യക്കാർക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് പാകിസ്ഥാനിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ വൈമാനികനായ അഭിനന്ദനെ നാളെ പാകിസ്ഥാൻ വിട്ടയക്കും എന്ന് പറയുന്നു. ഒരു ഉപാധികളും ഇല്ലാതെയാണ് അദ്ദേഹത്തെ വിട്ടയക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഇടപെടൽ, അവരുടെ ഒരു സമ്മർദ്ദം, ഇതൊക്കെ തന്നെ ആയിരിക്കുമോ പാകിസ്ഥാനെ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഇത് ഉണ്ടായിരിക്കുന്നത്. ഇമ്രാൻഖാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഡീഎസ്കലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഈ തീരുമാനം പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത്. ഈ തീരുമാനം ഇമ്രാൻഖാൻ എടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ ആർമിയുടെ പൂർണ്ണ സപ്പോർട്ട് കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ തീരുമാനത്തെ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യണം. ജെയ്ഷെ മുഹമ്മദ് തലവൻ അദ്ദേഹത്തെ ഒരു ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചൈനയാണ് അതിനൊരു വിലങ്ങ് തടിയത്. എന്നാൽ ഫ്രാൻസ് ഇപ്പോൾ ഉടൻ തന്നെ മാർച്ച് 1 ശേഷം ആ ഒരു തീരുമാനം എടുക്കും എന്നതിലേക്ക് പോകുന്നു. ആ ഒരു നീക്കത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? അതിൽ നമുക്ക് ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുമോ? അത് സംഭവിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ചൈന ഏത് നിലപാടെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പറയും പാകിസ്ഥാനെ നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് കുറച്ചൊക്കെ ശരിയാണ്. പക്ഷെ ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാന് വളരെ ഡീപ്പായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയെന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ല. നന്ദി ശ്രീ ഫാബിയാൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ഇപ്പോഴും ദില്ലിയിൽ നിന്ന് ചേരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സന്തോഷ്, നാളെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ കശ്മീരിൽ സന്ദർശനം നടത്തുന്നുണ്ട്. കശ്മീർ മാത്രമായിരിക്കുമോ പ്രതിരോധ മന്ത്രി സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നബാധിതമായ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയെല്ലാം പ്രതിരോധ മന്ത്രി സന്ദർശിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഈ പ്രതിരോധ മന്ത്രി നാളെ ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തും എന്ന വിവരം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതെവിടെയൊക്കെയാണ് സന്ദർശിക്കുക, അതിന്റെ വിവരങ്ങളൊന്നും പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ പുൽവാമ സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കാശ്മീരിൽ എത്തിയിരുന്നു. പുൽവാമ സ്ഫോടന സ്ഥലം അദ്ദേഹം സന്ദർശിച്ചില്ലെങ്കിൽ പോലും കാശ്മീരിൽ അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ച് മറ്റ് സ്ഥിതിഗതികളൊക്കെ വീക്ഷിച്ചിരുന്നു. പ്രതിരോധ മന്ത്രി എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കാശ്മീരിലെ ആർമി ആസ്ഥാനത്തേക്കായിരിക്കും പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സാധാരണ പ്രതിരോധ മന്ത്രിമാർ കാശ്മീർ സന്ദർശിക്കുമ്പോൾ അതിർത്തിക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിൽ കൂടി പോകാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ അങ്ങോട്ട് പോകാൻ അവരുടെ സുരക്ഷാ ഗാർഡുകൾ അനുവദിക്കുമോ എന്നൊരു സംശയമുണ്ട്. അത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് രഹസ്യമായി തന്നെ വെച്ചിരിക്കാനാണെന്ന് തോന്നുന്നു പ്രതിരോധ വകുപ്പിന്റെ തീരുമാനം. ഇപ്പോൾ മറ്റൊരു നീക്കം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ റിലീസ് ചെയ്യാനുള്ള പാകിസ്ഥാൻ തീരുമാനത്തിന് പിന്നാലെ 5 മണിക്ക് വച്ചിരുന്ന സൈനിക മേധാവിമാരുടെ വാർത്താ സമ്മേളനം മാറ്റിയിട്ടുണ്ട്. അത് 7 മണിയിലേക്ക് മാറ്റി. ഡൽഹിയിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ
ആസ്ഥാനത്തിന് മുമ്പിൽ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വാർത്താ സമ്മേളനത്തിന്റെ സമയം മാറ്റിയത്. പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം എന്ന രീതിയിലേക്കായിരുന്നു 3 സേനാ മേധാവിമാരുടെയും വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വിംഗ് കമാൻഡറെ വിട്ടിരിക്കുന്നു എന്ന തീരുമാനം വന്ന സാഹചര്യത്തിൽ അതിൽ മാറ്റമുണ്ടാകും. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇനി 3 സേനാ മേധാവിമാരും വാർത്താ സമ്മേളനം നടത്തി അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടോ? നേരത്തെ അങ്ങനെ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. തീർച്ചയായും ഈ ആഴ്ചത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗം നടക്കേണ്ടതുണ്ട്. പക്ഷെ അത് ഇന്ന് നടക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതല്ല. പക്ഷെ അടിയന്തരമായി ഇന്ന് വിളിച്ചു കൂട്ടുകയായിരുന്നു. ഇന്ന് രാത്രി 6:30 പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അതിനുശേഷം മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗമുണ്ട് എന്ന് അറിയിച്ചിരുന്നു. പക്ഷെ മാറിയ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന സംശയം ഇപ്പോഴുണ്ട്. പക്ഷെ മന്ത്രിസഭാ യോഗമുണ്ട് 6:30. എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാർക്കും അത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോഴുണ്ടായ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ് പ്രധാനം. നേരത്തെയുള്ള അജണ്ട പ്രകാരമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓരോ വകുപ്പുകളും പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ അത് സംബന്ധിച്ചായിരുന്നു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ അജണ്ടയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ പിന്നീടുണ്ടായ ആർമി അറ്റാക്കും ഇപ്പോൾ പൈലറ്റ് പിടിയിലായ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് പോയി. പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മന്ത്രിസഭയിൽ വയ്ക്കും എന്നാണ് തീരുമാനിച്ചിരുന്നത്. രാവിലെ അങ്ങനെയാണ് അറിഞ്ഞത്. പക്ഷെ മാറിയ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ കഴിയില്ല ഇപ്പോഴും. കാരണം ഇതിന് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. എന്തായാലും മന്ത്രിസഭാ യോഗം ആരംഭിച്ച് കഴിയുമ്പോഴേക്കും 3 സേനാ മേധാവിമാരുടെ വാർത്താ സമ്മേളനവും ഡൽഹിയിൽ നടക്കുകയും ചെയ്യും. ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ഈ സേനാ മേധാവിമാരുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കാശ്മീരാണ് തർക്ക വിഷയമെന്നും ഈ തീവ്രവാദികൾ ഈ സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ഉണ്ട് എന്നത് സംബന്ധിച്ച് ഇന്ത്യ തെളിവുകൾ നൽകിയിട്ടില്ല എന്നും ഇന്നത്തെ സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടിയും ഈ സേനാ മേധാവിമാരുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ നാളെ അഭിനന്ദനെ വിട്ടയക്കാം എന്ന് പറയുന്നതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ വിലപേശൽ തന്ത്രം നിലനിൽക്കില്ല എന്ന് പാകിസ്ഥാന് തന്നെ കൃത്യമായി മനസ്സിലായി കാണുമില്ലേ? തീർച്ചയായും. കാരണം ഇന്നലെ രാവിലെ ഈ വിംഗ് കമാൻഡർ പിടിയിലായതു മുതൽ പാകിസ്ഥാൻ അത് വലിയ വിജയമായി ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിംഗ് കമാൻഡറെ റിലീസ് ചെയ്യാതെ മറ്റു പോംവഴികളില്ല. കാരണം ഇതൊരു ജനീവ കരാർ പ്രകാരം ഇത് കൈമാറേണ്ട ചുമതല പാകിസ്ഥാനുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഈ പുൽവാമ സ്ഫോടനവും അതിനുശേഷം അവർ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു പോയ സംഭവ വികാസങ്ങളെല്ലാം ഈ ഒരൊറ്റ വിഷയത്തിലൂടെ മാറ്റിമറിച്ച് വീണ്ടും നല്ല പിള്ള ചമയാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത്. ഈ വിംഗ് കമാൻഡറിനെ ഇന്ത്യക്ക് വിട്ടു നൽകുന്നതിലൂടെ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ആ പഴയ ലെവലിൽ എത്താൻ കഴിയും. ഒരു സമാധാനം കാംക്ഷിക്കുന്ന രാജ്യം എന്ന ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇമ്രാൻഖാൻ കണക്ക് കൂട്ടിയത്. പക്ഷെ രാവിലെ ഇമ്രാൻഖാൻ അത് സംബന്ധിച്ച് ഇമ്രാൻഖാനും പാകിസ്ഥാൻ സർക്കാരും അത് സംബന്ധിച്ച് ചില മലക്കം മറിച്ചിലുകൾ നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടതിനു ശേഷം ഈ സൈനികനെ കൈമാറാം, കാശ്മീരുമായി ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകണം എന്നൊക്കെയായിരുന്നു. അതായത് ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം, തങ്ങൾക്ക് അനുകൂലമായി കാര്യം വന്നപ്പോൾ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രത്തിലേക്ക് പാകിസ്ഥാൻ പോയി. പക്ഷെ ഇന്ത്യ അതിൽ വീണില്ല. ഇന്ത്യ ഉറച്ച ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകി, എത്രയും വേഗം വിട്ടു നൽകുക, ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഉണ്ടാകില്ല. ഇന്ത്യ ആണെങ്കിൽ നേരിട്ട് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ചർച്ചകളെല്ലാം നേരത്തെ ഒഴിവാക്കിയിരുന്നതാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഹസനുൽ ബന്ന ദില്ലിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹസനുൽ ബന്ന, വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നാം ഈ മണിക്കൂറിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും ഇപ്പോൾ പത്താൻകോട്ട് ഉൾപ്പെടെയാണെങ്കിലും കാണ്ഡഹാർ ഉൾപ്പെടെയാണെങ്കിലും പല കാര്യങ്ങളും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലുണ്ട്. താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അത്തരത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരാളായിരിക്കും. എങ്ങനെയാണ് ഇന്നത്തെ ഈ പാകിസ്ഥാന്റെ ഇപ്പോൾ ഈ ഒരു ഇടപെടലിനെയും ഈ നാളെ വൈമാനികനെ വിട്ടയക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇമ്രാൻഖാൻ എത്തിച്ചേർന്നതിനെ കുറിച്ചും താങ്കൾ കരുതുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി നടന്ന ആഗോളതലത്തിൽ നടന്ന കഴിഞ്ഞ 24 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല നീക്കങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ പാർലമെന്റിലെ പ്രഖ്യാപനത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പാർലമെന്റിൽ തന്റെ സ്വന്തം നിലക്ക് നടത്തിയ ഒരു പ്രഖ്യാപനമല്ല. സൗദി മന്ത്രി, സൗദി അറേബ്യയുടെ ഇടപെടൽ, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇടപെടൽ,
ഈ രണ്ട് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നായിരിക്കണം ഒരു പക്ഷേ സൗദിയുടെ ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ടായിരിക്കുക. ഈ തരത്തിൽ നയതന്ത്ര തലത്തിൽ ആഗോളതലത്തിൽ നടന്ന നീക്കങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ അതുപോലെ തന്നെ ഫലമായിട്ടാണ് ഈ ഒരു വിട്ടയക്കലിന് പാകിസ്ഥാൻ തയ്യാറായത്. മാത്രമല്ല ഇന്ന് ഏറെ സമയം മുമ്പ് വിയറ്റ്നാമിലെ ഉത്തര കൊറിയൻ നേതാവുമായി നടത്തിയ ചർച്ചയുടെ സമയത്ത് തന്നെ ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ ഈ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു സൂചന നൽകിയിരുന്നു. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെയും സൗദിയെയും പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കുപോക്ക് സാധ്യമല്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. ഇന്ത്യ നേരിട്ട് നടത്തിയ ആവശ്യത്തെ, ഇന്ത്യ ഉന്നയിച്ച ആവശ്യത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേരെ തീർക്കുന്നതിന് പകരം, അത്തരത്തിൽ പരിഹരിക്കപ്പെടുന്നതിന് പകരം അമേരിക്കയുടെയും സൗദിയുടെയും ഇടപെടൽ ഇതിലുണ്ടായി എന്ന് നാം അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും ഇന്ത്യ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ടായിരുന്നു, തങ്ങൾ ഭീകരവാദത്തെ പൂർണ്ണമായും ചെറുക്കുന്നു, പക്ഷേ യുദ്ധത്തിലേക്കില്ല എന്നത്. ഇന്ത്യയുടെ ഈ ഒരു തീരുമാനം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജ്, അത് പാകിസ്ഥാൻ എത്രമാത്രം സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കാം? അതായത് യുദ്ധത്തിലേക്ക് നീങ്ങുന്നില്ല എന്ന് ഇന്ത്യ പറയുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനും ഇതേ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത്. പക്ഷെ പാകിസ്ഥാൻ, താങ്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അതുപോലെ തന്നെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവരും സൂചിപ്പിച്ചതുപോലെ, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു വിലപേശലുണ്ടായിരുന്നു ഈ കാര്യത്തിൽ. തങ്ങൾ വിട്ടയക്കാൻ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇന്ത്യ വരണം, മാത്രമല്ല ചർച്ചയുടെ വഴിയിലേക്ക് വരണം, സംഭാഷണത്തിന്റെ വഴിയിലേക്ക് വരണം എന്ന്. മാത്രമല്ല ഇമ്രാൻഖാൻ ഇന്ന് പാക് പാർലമെന്റിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കാനുള്ള ആഗ്രഹവും ഇമ്രാൻഖാൻ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഈ തരത്തിലുള്ള പാകിസ്ഥാന്റെ വിലപേശലുകൾക്ക് ആ അർത്ഥത്തിലുള്ള സ്വീകാര്യത ലോക നേതാക്കളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ഒരു രീതി, അതായത് വിട്ടയക്കുക, ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ, ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ ആദ്യം പാകിസ്ഥാൻ വിട്ടയക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും വ്യോമസേനാ ഉദ്യോഗസ്ഥനെ വിട്ടയക്കുന്നതോടുകൂടി അതിർത്തിയിലെ സംഘർഷം അവസാനിക്കുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണെങ്കിൽ സൗദി അറേബ്യയുടെ സമ്മർദ്ദം, അതുപോലെ തന്നെ അമേരിക്കയുടെ ഇന്ന് രാവിലെ ഉണ്ടായ ട്രംപ് നടത്തിയ ഒരു വിശദീകരണം, അമേരിക്ക നടത്തിയ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ ഇന്നലെ ജപ്പാൻ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് പാകിസ്ഥാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ ചൈന പാകിസ്ഥാന് വലിയൊരു സഹായവുമായി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ചൈനയുടെ ഒരു നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? അവരുടെ ഈ ഒരു പാകിസ്ഥാനെ സഹായിക്കുകയും പാകിസ്ഥാനെ ഇത്തരത്തിൽ ഭീകരവാദത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രോത്സാഹനം നൽകുന്ന ആ ചൈനയുടെ നിലപാടിൽ ഒരഴിവ് വരാനായിട്ട് എത്രമാത്രം സാധ്യത കാണുന്നുണ്ട്? ഈ നാം ഇപ്പോൾ പരസ്യമായി പ്രസ്താവന നടത്തിയവരുടെ സഹായങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ചൈനയുമായി കൂടി ആലോചിക്കാതെ പാകിസ്ഥാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ചൈന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും പിന്നെ അതുപോലുള്ള മറ്റയൽ രാജ്യങ്ങളിലെയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ, പശ്ചാത്തല സൗകര്യ വികസനങ്ങളിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റർ കൂടിയാണ് ചൈന. അപ്പൊ ആ അർത്ഥത്തിൽ ചൈനയുടെ നിക്ഷേപ താല്പര്യങ്ങളുണ്ട് പാകിസ്ഥാനിലും അയൽ രാജ്യങ്ങളിലും ആ മേഖലയിലും. ആ നിക്ഷേപ താല്പര്യങ്ങളെ മാനിച്ചിട്ട് വേണം ഇമ്രാൻഖാനും പാകിസ്ഥാനും ഒരു നിലപാട് സ്വീകരിക്കാൻ. അതുകൊണ്ട് തന്നെ ചൈനയെ പിണക്കിക്കൊണ്ടുള്ള ഒരു നിലപാട്, ചൈനയെ അറിയിക്കാതെ ഒരു നിലപാട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയില്ല. ചൈനയ്ക്ക് നിക്ഷേപ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട്, മേഖലയിൽ സാമ്പത്തിക താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ചൈനയും ഇതേക്കുറിച്ച് ജാഗ്രത പാലിച്ചിരിക്കും. ലോകതലത്തിൽ രൂപപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ നിന്ന് പാകിസ്ഥാനെ രക്ഷപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ലൊരു സന്ദർഭം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഒരു നീക്കമായിരിക്കുമെന്ന് ചൈനയും തന്നെ പറഞ്ഞിരിക്കും. ഈ ഒരു നീക്കത്തോടു കൂടി ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലും മറ്റും ഇനി വരാനിരിക്കുന്ന പ്രമേയങ്ങളുടെ മസൂദ് അസറുമായി ബന്ധപ്പെട്ട, ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫ്രാൻസ് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക എന്നുള്ളതെല്ലാം. പക്ഷേ ഫ്രാൻസ് ഇപ്പോൾ അതിലൊരു കടുത്ത നിലപാടുമായി മുന്നോട്ട് വരുന്നതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അത് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ വന്നാൽ പോലും ചൈന ഒരു നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതാണ് നേരത്തെ തന്നെ ഇന്ത്യക്ക് ഈ രംഗത്ത് ഒരു തീരുമാനമെടുപ്പിക്കാൻ
ഐക്യരാഷ്ട്ര രക്ഷാസമിതിയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോഴും ചൈനയുടെ നിലപാട് എന്താണ് എന്നത് നിർണായകമാണ് ആ കാര്യത്തിൽ. അതേസമയം ഈ വിട്ടയക്കുന്നതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഒരു അസംഘർഷത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇരു രാജ്യങ്ങൾക്കും മാറേണ്ടി വരികയാണ്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാം ഇന്നും ഇന്നലെയും ഒക്കെ കേട്ട പോലെ ഇപ്പോൾ ബൂത്ത് തല കൺവെൻഷൻ പോലും മോദി നടത്തുകയുണ്ടായി. ഇത്രയും സംഘർഷ സാഹചര്യം രൂപപ്പെട്ടിട്ടും സൈനികൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിട്ടും അദ്ദേഹത്തിന്റെ മോചനം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്ന സമയത്തും പാർട്ടിയിലെ ബൂത്ത് തലത്തിൽ ബൂത്ത് പ്രവർത്തകരെ നേരിടാനും അവരോട് സംവദിക്കാനും സമയം കണ്ടെത്തിയ മോദി അതിനെപ്പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു രീതിയാണ് ആവിഷ്കരിച്ചത്. ഇന്നലെ CPM നേതാക്കളടക്കമുള്ളവർ ഇക്കാര്യം സൂചിപ്പിക്കേണ്ടായി, പ്രതിപക്ഷ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കേണ്ടായി, സർവകക്ഷി യോഗം നടന്ന് ഇതിനെ അപലപിക്കുകയുണ്ടായി. സൈനിക നീക്കങ്ങളെ, സൈന്യം നടത്തുന്ന മുന്നേറ്റങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കരുതിവെപ്പായിട്ട്, ഒരു നീക്കിവെപ്പായിട്ട് ഈ പറയുന്ന ആക്രമണങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന വിലപേശലുകളും ഒക്കെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ലക്ഷ്യം നേടി എന്ന നിലക്ക്, ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന നിലക്ക് ഒരു പക്ഷേ സംഘർഷത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം ലോകരാജ്യങ്ങൾ, ഇതിൽ ഇടപെട്ട രാജ്യങ്ങൾ, സൗദിയും അമേരിക്കയും ഒക്കെ ഈ രംഗത്ത് ഇടപെട്ടതുകൊണ്ട് ഇന്ത്യക്ക് അവരെ മറികടന്നുകൊണ്ട് ഇനി സ്വന്തം നിലക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യം വരും യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ. അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ അവസ്ഥയെ മറികടക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞത്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ്. ഏറെ സമാധാനപ്രിയർക്ക് അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന വാർത്തയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും താങ്കൾ ഏറ്റവും അവസാനം സൂചിപ്പിച്ച ഒരു കാര്യവും കൂടെ ഞാൻ ഇവിടെ ഇതിപ്പോൾ രാഷ്ട്രീയം പറയേണ്ട ഒരു അവസരം അല്ല എങ്കിൽ കൂടിയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം അത് നരേന്ദ്രമോദി ഇടപെട്ട് ഇല്ലാതാക്കുന്നു. ഇത്തരത്തിലുള്ള ഈ വാർത്തകളെല്ലാം ഏത് തരത്തിലുള്ള ഒരു തരംഗമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? താങ്കൾ ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇതില് ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ തെളിവാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി റദ്ദാക്കിയിട്ട് പോലും BJPയുടെ ബൂത്ത് തല കൺവെൻഷൻ രാജ്യവ്യാപകമായി ഇന്ന് വിളിച്ചുകൂട്ടിയത്. ഇന്ന് വിജ്ഞാൻ ഭവനിലെ പരിപാടിയിൽ ഇപ്പോൾ നരേന്ദ്രമോദി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷം മുതൽ, പുൽവാമ ആക്രമണം മുതൽ, തന്റെ ഷൂട്ടിംഗ് ജിം കോർബറ്റ് പാർക്കിൽ നടത്തിയ ഷൂട്ടിംഗ് മുതൽ ഒന്നും തന്നെ പ്രധാനമന്ത്രി റദ്ദാക്കിയിട്ടില്ല. BJPയുടെ ഒരു പരിപാടികളും റദ്ദാക്കപ്പെട്ടിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നടന്ന ഈ ഒരു സംഘർഷാവസ്ഥ, ഈ വൈമാനികന്റെ, വ്യോമസേന ഉദ്യോഗസ്ഥന്റെ അവിടെ വീണുപോയതും അദ്ദേഹം പിടിയിലായതും BJPയെ സംബന്ധിച്ചിടത്തോളം അതുപോലും പരിപാടികൾ നിർത്തിവെപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടില്ല. അപ്പൊ മാറിയ സാഹചര്യത്തിൽ റഫാൽ അഴിമതി, ഈ കർഷകരുടെ രോഷം, ദളിതുകളുടെ രോഷം, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് അസാമിലുണ്ടായിരിക്കുന്ന വലിയ സംഘർഷാവസ്ഥ, അതുപോലെ തന്നെ ബംഗാളിലുണ്ടായ ശാരദാ ചിട്ടി തട്ടിപ്പ്, അതിനെ തുടർന്ന് CBIയും ബംഗാൾ പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ, പിന്നെ ബംഗാളികളുടെ അസം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടായ ബംഗാളി ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ തരത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ രൂപപ്പെട്ടിരുന്ന ഈ തരത്തിലുള്ള സംഘർഷാവസ്ഥയെ വടക്കേ ഇന്ത്യയെ കൊണ്ട് മറികടക്കാൻ നാം മനസ്സിലാക്കുന്ന കേരളം പോലെയുള്ള ഒരു സാഹചര്യമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സൈനികനെങ്കിലും പോയി രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, സൈനിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. അപ്പോൾ ഇവിടെ ഒരു സൈനികൻ കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഒരു സൈനികന് നേരെ ഭീകരാക്രമണം നടക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ ആണ്. അത്തരമൊരു പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുക വഴി ഈ സൈനികരുള്ള ഗ്രാമങ്ങളിലെ വോട്ടുകളെ തങ്ങൾക്കൊപ്പം നിർത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്രയും ഇന്നലെ പ്രതിപക്ഷം ഉപയോഗിച്ച ഭാഷയിൽ പറഞ്ഞാൽ വളരെ നിർലജ്ജം ഈ ഒരു വിഷയത്തെ ഒരു വ്യോമ സൈനികൻ അവിടെ കസ്റ്റഡിയിൽ തുടരുമ്പോഴും ഉപയോഗപ്പെടുത്താൻ BJPക്ക് കഴിയുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 2019 പൊതു തെരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും ജയിക്കാൻ ഇതിനെയും ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് ഏറെക്കുറെ അത് അവർക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഉള്ള പ്രവണത വെച്ച് നമുക്ക് പറയാൻ കഴിയുക.
നന്ദി ശ്രീ ഹസനുൽ ബന്ന പ്രതികരിച്ചതിന്. അഭിനന്ദൻ വർദ്ധമാനെ നാളെ പാകിസ്ഥാൻ വിട്ടയക്കും. സംയുക്ത പാർലമെന്ററി മീറ്റിംഗിലാണ് പാക് പ്രധാനമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. हिंदुस्तान का पायलट हमने पकड़ा हुआ है. हम एज ए पीस जेस्टर हम उसको कल रिहा करने लगे हैं हिंदुस्तान को वापस. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ഇപ്പോഴും ദില്ലിയിൽ നിന്ന് നമ്മോടൊപ്പമുണ്ട്. സന്തോഷ്, ഈ വൈമാനികന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? നാളെ എപ്പോഴായിരിക്കും പാകിസ്ഥാൻ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുക? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? അശ്വതി, രാജ്യം കാത്തിരുന്ന വാർത്തയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ പാർലമെന്റിൽ നടന്ന സംയുക്ത സമ്മേളനത്തിൽ സംസാരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാക് പിടിയിലുള്ള വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ നാളെ തന്നെ വിട്ടയക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സമാധാന നടപടികളുടെ ഭാഗമായി വിംഗ് കമാൻഡറിനെ വിട്ടയക്കുന്നു എന്നാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നത്. നാളെ വാഗ അതിർത്തി വഴി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തോടൊപ്പം പാകിസ്ഥാനിലെ ഇന്ത്യയുടെ സൈനിക അറ്റാഷിയും ഉണ്ടായിരിക്കും. കാരണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ ഇന്ത്യൻ സേനയെ പ്രതിനിധീകരിച്ചിട്ടുള്ള സൈനിക അറ്റാഷിയുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം നാളെ വാഗ അതിർത്തി വഴി ഇന്ത്യയിലെത്തും. അദ്ദേഹത്തിന് വലിയ സ്വീകരണം തന്നെ വാഗ അതിർത്തിയിൽ ലഭ്യമാകും. അതിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു നീക്കത്തിനൊടുവിലാണ് വിംഗ് കമാൻഡറിന് ഇത്ര വേഗത്തിൽ ലഭിക്കുന്നത് എന്ന് വേണം പറയാൻ. ഏറ്റവും അവസാനം കാർഗിൽ വാർ സമയത്ത് പിടിയിലായ ഇന്ത്യൻ വൈമാനികനെ 8 ദിവസത്തിന് ശേഷമാണ് പാകിസ്ഥാൻ വിട്ടു നൽകിയതെങ്കിൽ ഇതിപ്പോൾ 3-ാം ദിവസം തന്നെ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയിലെത്തും. ഇദ്ദേഹം ഇന്നലെ 10 മണിക്ക് ശേഷം നടന്ന ആക്രമണത്തിലാണ് പാകിസ്ഥാൻ ഭാഗത്ത് വീണു പോകുന്നതും അവിടെ പിടിയിലായി പോകുന്നതും. ആ സമയം മുതൽ ഇന്ത്യ വലിയ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ ആദ്യമൊക്കെ വിട്ടു നൽകാം എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് ചില ഇടപെടലുകളുടെ ഭാഗമായാണെന്ന് തോന്നുന്നു ചില ഒത്തുതീർപ്പുകളുമായി മുന്നോട്ട് വന്നു. ഇന്ത്യ കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം, നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, എങ്കിൽ മാത്രമേ വിട്ടയക്കൂ എന്ന തരത്തിലൊക്കെ ഭീഷണിയുമായി എത്തി. അപ്പോൾ ഒരു ആശങ്ക വിദേശകാര്യ വകുപ്പിനുണ്ടായിരുന്നു. ഒരാഴ്ചയോ 10 ദിവസമോ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മോചനം നീണ്ടേക്കാം എന്നൊരു ആശങ്ക വിദേശകാര്യ വകുപ്പ് വൃത്തങ്ങൾ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ത്യ നടത്തിയൊരു നീക്കം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അടക്കം ഇടപെടിച്ചു. പിന്നീട് സൗദിയും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. സൗദി ഒരു മന്ത്രിയെ തന്നെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അത്തരം സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കുടുംബം എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്നലെ അവർ യാതൊരുവിധ പ്രതികരണവും നൽകിയിരുന്നില്ല. ഇന്ന് ഇത്തരം ഒരു ആശ്വാസ വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ കുടുംബം പ്രതികരിക്കാൻ തയ്യാറാണോ? അദ്ദേഹത്തിന്റെ അച്ഛൻ എയർ മാർഷൽ സിംഹക്കുട്ടി വർദ്ധമാൻ ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ അഭിനന്ദൻ വർദ്ധമാന്റെ കുടുംബം ഡൽഹിയിൽ തന്നെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളൊക്കെ ചെന്നൈയിലാണുള്ളത്. അമ്മ ഒരു ഡോക്ടർ കൂടിയാണ്. നേരത്തെ ഇന്ത്യയിൽ നിരവധി പൊതുപ്രവർത്തന രംഗത്ത് പരിചയമുള്ള ഒരു സ്ത്രീ കൂടിയാണ് അമ്മ. അച്ഛൻ 2014 വരെ പശ്ചിമ വിംഗ് കമാൻഡിന്റെ ഒക്കെ ചുമതലയുണ്ടായിരുന്ന എയർ മാർഷലായി വിരമിച്ചയാളാണ്. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി തന്നെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ പ്രതികരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല ക്യാമറയ്ക്ക് മുമ്പിൽ. ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ ബന്ധപ്പെടാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം അദ്ദേഹം അങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇന്നലെ മുതൽ പിടിയിലായതു മുതൽ അദ്ദേഹം ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയായിരുന്നു. പറഞ്ഞത് മകൻ തിരിച്ചെത്തും എന്ന് തന്നെയാണ്. അവനെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹമുള്ളൂ, പക്ഷെ അവൻ തിരിച്ചെത്തും, അവൻ ഇത്തരത്തിൽ നിരവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം അച്ഛൻ സിംഹക്കുട്ടി വർദ്ധമാന്റെ പാത പിന്തുടർന്നാണ് മകൻ സ്വന്തം നിലയ്ക്ക് എയർഫോഴ്സിലേക്ക് എത്തുകയും പിന്നീട് സൈന്യത്തിൽ ചേരുകയൊക്കെ ചെയ്തത്. ഈ സൈനിക ജോലി അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്തത് തന്നെയാണ്.
ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളൊക്കെ നേരിട്ട ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയെങ്കിൽ പോലും അകപ്പെടുമ്പോൾ അവർ ഉപദ്രവിക്കുമോ എന്നൊരു ഭയം മാത്രമേ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വരും എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ ആഹ്ലാദത്തിലാണ്. പക്ഷേ സംസാരിക്കാൻ, ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കാൻ ഇതുവരെ അവർ തയ്യാറായി. സന്തോഷം, ഒരു കാര്യം കൂടി, തീർച്ചയായും ഈ വൈമാനികനെ വെച്ച് വിലപേശുക എന്ന തന്നെയായിരുന്നു പാകിസ്ഥാൻ മെനഞ്ഞിരുന്ന ഒരു തന്ത്രം. പക്ഷേ നേരത്തെ സന്തോഷം അതുപോലെ തന്നെ നമ്മളോട് പ്രതികരിച്ച രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം, ശ്രീ ഫാബിയൻ ആണെങ്കിലും ശ്രീ പരമേശ്വരനാണെങ്കിലും മാധ്യമപ്രവർത്തനായ ബെന്നെ ആണെങ്കിലും എല്ലാവരും സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. സൗദിയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഇടപെടൽ, അതുപോലെ തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഡയറക്റ്റ് അല്ല എങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അവരുടെ ഓരോ പ്രഖ്യാപനങ്ങൾ, സന്ദേശങ്ങൾ, ഇതെല്ലാം തന്നെ ആയിരിക്കത്തില്ലേ ഈ വിലപേശൽ തന്ത്രത്തിൽ നിന്ന് പുറകിലേക്ക് പോവാനായി പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയത്? അശ്വതി, 14-ാം തീയതി പുൽവാമയിൽ ഉണ്ടായ സ്ഫോടനത്തിന് ശേഷം പിന്നെ ഓരോ ദിവസവും ഇന്ത്യ ഒരു നയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അതായത് പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുക എന്നത്. ആ നയം വളരെ കൃത്യമായി വിജയിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി പോലും സംസാരിച്ച എല്ലാ രാഷ്ട്രങ്ങളും പാകിസ്ഥാൻ സ്വന്തം മണ്ണിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർത്തണം എന്ന് അടിവരയിട്ട് പറഞ്ഞു. അതേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതുവരെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയും പാകിസ്ഥാനും സമാധാനം പുലർത്തണം എന്ന് പറയുക എന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാനുള്ളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരിക്കലും പരാമർശിച്ചിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർത്തണം, അവർക്ക് നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ ഇല്ലായ്മ ചെയ്യണം എന്നുവരെ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. എല്ലാ പ്രസ്താവനയിലും അതാണ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ തികച്ചും ഒറ്റപ്പെട്ടു പോയൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പോലും ജെയ്ഷെ മുഹമ്മദിന്റെ പേരെടുത്തു പറഞ്ഞ് പ്രമേയം പാസായി. ഇന്നലെ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ പോലുള്ള വീറ്റോ അധികാരമുള്ള രാജ്യങ്ങൾ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്നറിയിച്ചുകൊണ്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായും പാകിസ്ഥാന് ഇനി ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള തീവ്രവാദ മറ്റ് സംഘടനകളെയോ സംരക്ഷിക്കാനാകില്ല. അതവരെ തികച്ചും നശിപ്പിക്കും. അന്താരാഷ്ട്ര തലത്തിൽ പോലും അവർക്ക് മുഖം രക്ഷിച്ചേ മതിയാവുകയുള്ളൂ എന്നൊരു അവസ്ഥയെത്തി. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ വൈമാനികനെ തിരിച്ചുവിടാൻ, ഇന്ത്യയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കും. മറ്റേതെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ നടത്തിയ വിലപേശൽ പോലെ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ മടക്കി വിടുന്നത്, ഇന്ത്യയിലേക്ക് വിടുന്നത് വളരെ കാലത്തോളം നീട്ടാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നു. കാരണം ഇന്ത്യ മുറുകെ പിടിക്കുന്നത് ജനീവ കൺവെൻഷനാണ്. 1949 ഈ ജനീവ കൺവെൻഷൻ പ്രകാരം പിടിയിലാകുന്ന സൈനികരെ അതേ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സുരക്ഷിതമായി സംരക്ഷിക്കണം, അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് കൺവെൻഷൻ പറയുന്നുണ്ട്. ഉപദ്രവിക്കരുത്, അദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന ചിത്രങ്ങൾ പോലും പുറത്തുവിടരുത് എന്നാണ് കൺവെൻഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു മടക്കി നൽകുകയും വേണം. അപ്പോൾ അതുകൊണ്ട് നൽകാതിരിക്കാൻ പാകിസ്ഥാന് പറ്റുകയില്ല. പക്ഷേ ഈ ജനീവ കൺവെൻഷനിൽ എത്ര നാളുകൾക്കകം ഈ സൈനികനെ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും വൈകിപ്പിക്കാൻ പാകിസ്ഥാന് കഴിയും. പാകിസ്ഥാൻ ആ ഒരു നീക്കം തന്നെയാണ് ഇന്ന് രാവിലെയോടൊക്കെ എടുത്തത്. പക്ഷേ പിന്നീട് ഈ രാജ്യാന്തര സമ്മർദ്ദം ഇന്ത്യ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് വ്യക്തമാക്കി. അതോടുകൂടിയാണ് മറ്റു വഴികളില്ലാതെ ഇപ്പോൾ വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ വിടും എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കേണ്ടി വന്നത്. സന്തോഷ്, ഇമ്രാൻഖാൻ മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട് ഇന്നലെ, ഉഭയകക്ഷി ചർച്ച എന്നുള്ളത്. ഇന്ത്യയുടെ ഒരു അനുഭവം വെച്ചിട്ടാണെങ്കിൽ ഉറിയിലായാലും പത്താൻകോട്ടിലായാലും കാണ്ഡഹാറിലൊക്കെ ആണെങ്കിലും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അവരുടെ പിന്നീടുള്ള രീതികളെല്ലാം അതിന് വിപരീതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു തരത്തിലും ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എങ്ങനെയാണ് രാജ്യ തലസ്ഥാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ നോക്കിക്കാണുന്നത്? ഇത്തരത്തിലൊരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ ഇന്ത്യക്കും പാകിസ്ഥാനും? നയതന്ത്ര മേഖലയിൽ നയതന്ത്ര മേഖലയിൽ ഒട്ടും വിശ്വാസ്യതയുള്ള ഒരു രാജ്യമല്ല പാകിസ്ഥാൻ. ഇന്ത്യക്കാണെങ്കിൽ നിരവധി തിരിച്ചടികൾ പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നാണ് വിദേശകാര്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് അത്തരമൊരു കാഴ്ചപ്പാട് ഈ പാകിസ്ഥാനോടുണ്ട്. കാരണം പാകിസ്ഥാൻ ഇന്നലെ ഇമ്രാൻഖാൻ പറയുന്നു, നമുക്ക് സമാധാനം ചർച്ച ചെയ്യാം,
പരിഹരിക്കാം, ഇനി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാം, ആയുധം എടുക്കുന്നത് എവിടെ തീരും പര്യവസാനിക്കുമെന്ന് പറയാനാകില്ല എന്നൊക്കെ ഇമ്രാൻഖാൻ ഇന്നലെ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് പകൽ രാവിലെ 6 മണിക്ക് പോലും നമ്മുടെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ വെടിവെപ്പ് തന്നെ നടത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോലും പൂഞ്ച് സെക്ടറിൽ ഗ്രനേഡുകളും മോട്ടോറുകളും ഉപയോഗിച്ചാണ് ഇന്ത്യൻ സൈനികർക്ക് നേരെ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത്. അതായത് ഇമ്രാൻഖാൻ ഇന്നലെ പറഞ്ഞു മണിക്കൂർ പോലും പിന്നിട്ടിട്ടില്ല, അതിനു മുമ്പ് തന്നെ സൈന്യം മറ്റൊരു രീതിയിലാണ് ഇന്ത്യയോട് പെരുമാറുന്നത്. ഒരിടത്ത് സമാധാനം പറയുമ്പോൾ തന്നെ അതല്ല അവരുടെ പ്രവൃത്തിയിൽ. അതുകൊണ്ട് ഇന്ത്യ ഇമ്രാൻഖാന്റെ ഇന്നലത്തെ ആ പ്രസ്താവന അത്ര വലിയ കാര്യമായി കണക്കാക്കിയില്ല, അതിനനുസരിച്ച് പ്രതികരിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇതിനു മുമ്പ് കാർഗിൽ വാറിന്റെ സമയത്ത് പോലും നമുക്കറിയാം, ഈ കാർഗിൽ വാറിന് തൊട്ട് മുമ്പാണ് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി പാകിസ്ഥാനിലേക്ക് ബസ് യാത്ര നടത്തുന്നത്. വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. പക്ഷെ ആ സമയത്തു തന്നെയാണ് പാകിസ്ഥാൻ ആർമി കാർഗിൽ വഴി ഇന്ത്യൻ ഭൂമിയിലേക്ക് കയറിയത്. ഇതാണ് എപ്പോഴും പാകിസ്ഥാൻ കാണിക്കുന്ന ഒരു സ്വഭാവം. പുറമേ ഒന്നും എന്നാൽ മറ്റൊരു രീതിയിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളും കാണിക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് ഇത്തരം ഒരു ചർച്ചയ്ക്ക് എന്തായാലും ഇന്ത്യ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദ സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുക എന്നുള്ളതെല്ലാം. പക്ഷേ അതിനെല്ലാം എപ്പോഴും ചൈന ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നു. എന്നാൽ ഫ്രാൻസ് ഇപ്പോൾ മാർച്ച് 1 തങ്ങൾ ഇതിന്റെ ചുമതല ഏറ്റെടുക്കുന്നതോടുകൂടി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകും എന്ന് പറയുന്നു. ഈ ഫ്രാൻസിന്റെ ഈ ഒരു നിലപാടിൽ ഇന്ത്യക്ക് എത്രമാത്രം ആശ്വാസം അർപ്പിക്കാൻ കഴിയും? ഇപ്പോൾ ഇന്ത്യയോട് വളരെ അടുത്തൊരു സൗഹൃദ സമീപം കാണിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഈ കഴിഞ്ഞ പുൽവാമ സ്ഫോടനത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പുൽവാമ സ്ഫോടനത്തെ അപലപിച്ചുകൊണ്ട് പ്രമേയം കൊണ്ടുവന്നിരുന്നത് ഫ്രാൻസ് ആയിരുന്നു. ആ പ്രമേയത്തിൽ വളരെ കൃത്യമായി ജെയ്ഷെ മുഹമ്മദിന്റെ പേര് പരാമർശിക്കാനും ഫ്രാൻസ് ശ്രദ്ധിച്ചു. ഫ്രാൻസ് കൊണ്ടുവന്ന ആ പ്രമേയത്തെ പിന്നീട് അമേരിക്ക, ബ്രിട്ടനൊക്കെ പിന്താങ്ങി എല്ലാ ലോകരാഷ്ട്രങ്ങളും അതിലെല്ലാവരും ഐക്യകണ്ഠമായി ഒപ്പിടുകയൊക്കെ ചെയ്തു. അതായത് ഫ്രാൻസ് ആയിരുന്നു അത്തരം ഒരു നീക്കം നടത്തിയത്. ഇന്നലെ പോലും ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഫ്രാൻസ് മുൻകൈയെടുത്തായിരുന്നു. ഫ്രാൻസിനെ കൂടാതെ അമേരിക്കയും ബ്രിട്ടനും അതിൽ ഒപ്പം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ ഇത്തരം വിഷയങ്ങളിലും അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്കും ആഗോളതലത്തിൽ വലിയ സഹായമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ മാർച്ചിൽ അവർ രക്ഷാസമിതിയുടെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് അവർ തന്നെ അവകാശപ്പെട്ടതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായ നീക്കം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാവരും ഇന്ത്യയുടെ ഈ പുൽവാമ സ്ഫോടനത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതിന് പിന്നിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ നൽകുന്ന സഹായവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വലിയ ഭീകരതയായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളർന്നു വരുന്നത് അവർ സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിനെ ഒരു ആഗോള ഭീകര സംഘടനയായും അതിന്റെ തലവനെ ആഗോള ഭീകരനായും പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ മാർച്ചിന് മുമ്പ് തന്നെ നടക്കാനും സാധ്യതയുണ്ട്. ശരി, സന്തോഷ് വിവരങ്ങൾ നൽകിയതിന്. പിടിയിലായ വ്യോമസേനാ സൈനികന്റെ സുരക്ഷിതത്വത്തിൽ രാജ്യം ആശങ്കപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിജെപി ഭാരവാഹികളുമായി മോദി ദില്ലിയിലിരുന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നടത്തിയ സംവാദത്തിൽ പിടിയിലായ സൈനികനെ കുറിച്ച് മൗനം. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ പരിപാടികളും റദ്ദാക്കുമ്പോഴാണ് മോദിയുടെ ആഘോഷം. വ്യോമാക്രമണം കർണാടകയിൽ ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിക്കും എന്ന മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ വാക്കുകളും വിവാദമാകുന്നു. 40 സൈനികർ മരിച്ചതും ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് മോദിയും BJPയും. പാക് പിടിയിലായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചും മടങ്ങിവരവിനെക്കുറിച്ചും രാജ്യം ആശങ്കപ്പെടുമ്പോൾ നരേന്ദ്രമോദി BJPയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന തിരക്കിലാണ്. ദില്ലിയിലിരുന്ന് വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 1 കോടിയിലേറെ BJP ഭാരവാഹികളുമായി മോദി സംവാദം നടത്തി. സ്വന്തം ബൂത്തുകൾ ശക്തമാക്കണം, സൈന്യത്തെ ഓർത്ത് അഭിമാനമെന്ന് പറഞ്ഞ മോദി പാക് പിടിയിലായ സൈനികനെ കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയില്ല. വർത്തമാൻ പിടിയിലായിട്ട് 48 മണിക്കൂർ പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി അതെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. The Prime Minister chose to address the booth workers of the Bharatiya Janata Party rather than address the nation. आज
जरूरत देश को मजबूत करने की है कि प्रधानमंत्री जी समझते हैं कि ये समय बूथ को मजबूत करने का है. സൈനികൻ കസ്റ്റഡിയിലായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം സർക്കാരിനെതിരായ ചർച്ചകൾ പോലും മാറ്റിവെച്ചിരുന്നു. ദില്ലിക്ക് സമ്പൂർണ്ണ പദവി ആവശ്യപ്പെട്ടുള്ള സമരം കേജ്രിവാളും മാറ്റിവെച്ചു. എന്റെ ബൂത്ത് മികച്ചതെന്നർത്ഥം വരുന്ന മേരെ ബൂത്ത് സബ്സെ മസ്ബൂത് എന്ന പേരിൽ മോദി നടത്തിയ ചടങ്ങിനെതിരെ എന്റെ സൈനികൻ മികച്ചത് എന്നർത്ഥത്തിൽ മേരെ ജവാൻ സബ്സെ മസ്ബൂത് എന്ന ഹാഷ്ടാഗ് മോദിയുടെ പ്രസംഗ സമയത്ത് ട്വിറ്ററിൽ ട്രെൻഡായി. അതേസമയം BJPക്ക് തെരഞ്ഞെടുപ്പിൽ വ്യോമാക്രമണം ഗുണം ചെയ്യുമെന്ന് BJP നേതാവ് BS യെദ്യൂരപ്പയുടെ വാക്കുകളും വിവാദമാകുന്നു. സൈനിക നീക്കം പ്രചാരണമാക്കിയാൽ 22 സീറ്റ് കർണാടകയിൽ BJPക്ക് ലഭിക്കുമെന്നാണ് യെദ്യൂരപ്പയുടെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ പാക് സംഘർഷം ഉടൻ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡൊണാൾഡ് ട്രംപ്. ആവശ്യമെങ്കിൽ ഇടപെടാമെന്നും ട്രംപ് വ്യക്തമാക്കി. ജെയ്ഷെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതായും അമേരിക്ക അറിയിച്ചു. ഇതിനിടെ ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശം ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി UN സുരക്ഷാ കൌൺസിലിൽ വെച്ചു. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് വർദ്ധിക്കുന്നു. പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക ഇന്ത്യൻ നടപടികളെ പിന്തുണച്ച് രംഗത്തെത്തി. തീവ്രവാദികൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായം പാകിസ്ഥാൻ നിർത്തലാക്കണം. സ്വന്തം മണ്ണിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബെ ഇന്ത്യൻ നടപടിയെ പിന്തുണയ്ക്കുന്നതായി വ്യക്തമാക്കി. ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും അതിർത്തി കടന്നുള്ള അക്രമങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് വരണമെന്നും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും സംയുക്തമായി UN സുരക്ഷാ കൌൺസിലിൽ മുന്നോട്ട് വച്ചത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു. ചൈന മാത്രമാണ് എതിർക്കുന്നതെങ്കിലും പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മാറ്റിയെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ സൈനിക നടപടികൾ ഉണ്ടായി. പൂഞ്ച് സെക്ടറിലെ കൃഷ്ണഘാട്ടി സെക്ടറിൽ പുലർച്ചെ 6 മണിക്ക് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചതോടെ പാക് സൈനികർ പിൻവാങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷിയെ പരിഹസിച്ച RSS സർസംഘചാലക് മോഹൻ ഭാഗവതാണ് സൈന്യത്തിന്റെ ശേഷിയെ പരിഹസിച്ചത്. യുദ്ധത്തിനോ തയ്യാറാകാൻ ഇന്ത്യൻ സൈന്യത്തിന് 6-7 മാസമെങ്കിലും വേണമെന്നും സ്വയം സേവകർക്ക് 3 ദിവസം മതിയെന്നുമാണ് മോഹൻ ഭാഗവത് പരിഹസിച്ചത്. ഇന്ത്യൻ സൈന്യത്തെ അപഹസിച്ച് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് സൈന്യത്തിന്റെ ശേഷിയെക്കുറിച്ച് പരിഹസിച്ചായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ പ്രസംഗം. ആക്രമണത്തിനോ യുദ്ധത്തിനോ തയ്യാറാകാൻ ഇന്ത്യൻ സൈന്യത്തിന് 6-7 മാസം വേണമെന്നും സ്വയം സേവകർക്ക് വെറും 3 ദിവസം മാത്രം മതിയെന്നുമായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ പരിഹാസം. ഇത്തരം ഘട്ടങ്ങളിൽ ഭരണഘടന അനുവദിക്കുകയാണെങ്കിൽ മുന്നിൽ നിൽക്കാൻ സംഘപരിവാർ തയ്യാറാണെന്നും മോഹൻ ഭാഗവത് പ്രസംഗത്തിലൂടെ പറഞ്ഞു. ആർമിയിലേക്ക് ഒരാളെ പരിശീലിപ്പിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നും RSS ശൈലിയിൽ അത്രയും ആവശ്യമില്ലെന്നും മോഹൻ ഭാഗവത് പറയുന്നു. ബീഹാറിലെ മൂസർപൂരിൽ RSS പരിപാടിയിലാണ് മോഹൻ ഭാഗവത്തിന്റെ വിവാദ പ്രസംഗം. RSS തലവന്റേത് മുഴുവൻ ഇന്ത്യക്കാരെയും അപമാനിക്കുന്ന നടപടിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. വിവാദ പ്രസംഗത്തിലൂടെ മുഴുവൻ സൈനികരെയുമാണ് മോഹൻ ഭാഗവത് അപമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കളം പിടിക്കാൻ മുന്നണികൾ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ളത് അസമിലാണ്. പൌരത്വ നിയമ ഭേദഗതി ബില്ലും പൌരത്വ പട്ടിക വിവാദവും തിരിച്ചടി സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് BJP. ഹിന്ദുത്വവാദം പ്രാദേശിക ഗോത്രങ്ങളുടെ സ്വത്വത്തെ ഹനിക്കുന്നതും BJPക്ക് തിരിച്ചടിയാകും. BJP ഘടകകക്ഷികൾ തന്നെ ഇതിൽ അസ്വസ്ഥരുമാണ്. ബംഗാളി മുസ്ലിം വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാൻ BJP ശ്രമിക്കുമ്പോൾ മുസ്ലിം വോട്ടുകളെ ഏകീകരിച്ച് നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അസം പൌരത്വ പട്ടികയിൽ തുടങ്ങി പൌരത്വ ഭേദഗതി ബിൽ വരെ എത്തി നിൽക്കുമ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അസ്വസ്ഥമാണ്. സംഘർഷങ്ങളിലേക്ക് മേഖലയെ തള്ളിവിട്ടതിന് പിന്നിൽ BJP ആണെന്ന പൊതുവികാരം ശക്തമായുണ്ട് അസമിൽ. 14 സീറ്റുകളുള്ള സംസ്ഥാനത്ത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കരുത്തറിയിച്ച BJP തൊട്ടുപിന്നാലെ സംസ്ഥാന ഭരണവും പിടിച്ച് വൻ ശക്തിയായി. എന്നാൽ അടുത്ത കാലം വരെയുണ്ടായിരുന്ന മേൽക്കൈ പൌരത്വ ഭേദഗതി ബില്ലോടെ BJPക്ക് നഷ്ടമായി. ബില്ലിനെതിരെ ശബ്ദിച്ച് അസം ഗണപരിഷത്ത് മുന്നണി വിട്ടതും BJPക്ക് കൂടുതൽ ക്ഷീണമേൽപ്പിച്ചു.
എന്നാൽ അസം ഉടമ്പടിയുടെ 6ാം വകുപ്പ് നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകി അനുകൂല സാഹചര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് BJP. തദ്ദേശീയരെക്കാൾ ബംഗാളി മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് BJP പ്രചരണ വിഷയമാക്കും. ഇതുവഴി അസമീസ്, ഗിരിവർഗ, ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം BJP ലക്ഷ്യമിടുന്നു. അസമികളുടെ പിന്തുണ ലക്ഷ്യമാക്കിയാണ് സംഗീതജ്ഞൻ ഭൂപൻ ഹസാരികയ്ക്ക് കേന്ദ്ര സർക്കാർ ഭാരതരത്ന നൽകിയത്. മുസ്ലിം വോട്ടുകളെ എത്രത്തോളം ഏകീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നത് തെരഞ്ഞെടുപ്പ് ചിത്രത്തെ കാര്യമായി സ്വാധീനിക്കും. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സാകാഞ്ഞതിന് കാരണം തങ്ങളാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ്. അധികാരം നഷ്ടമായെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിൽ BJPയേക്കാൾ മുന്നിലാണ് കോൺഗ്രസ്. BJP സഖ്യം വിട്ട അസം ഗണ പരിഷത്ത് തനിച്ചു മത്സരിക്കുമോ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. ബദറുദ്ദീൻ അജ്മലിന്റെ പാർട്ടിയായ AIUDF ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തികളാണ്. മാറിമറിയുന്ന ഗോത്രവിഭാഗങ്ങളുടെ നിലപാടുകൾ, ഏത് നിമിഷവും മുന്നണി വിടുന്ന പാർട്ടികൾ, ക്ഷണനേരം കൊണ്ട് പാർട്ടി മാറുന്ന നേതാക്കൾ, ഇവയൊക്കെ വടക്ക് കിഴക്കൻ മേഖലയുടെ രാഷ്ട്രീയ സവിശേഷതയാണ്. ഈ സ്വഭാവം അസമിലും പ്രകടമായതിനാൽ അന്തിമ ചിത്രം തെളിയാൻ ഒരുപക്ഷെ വോട്ടെണ്ണൽ വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി.